ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിലേക്ക് നയനയും നവ്യയും കൂടി കയറി വരികയാണ്. നയനയാണെങ്കിൽ ഭയങ്കരമായിട്ടും കരഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. പിന്നെ നവ്യയ്ക്ക് കുറച്ച് ബലമൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി അങ്ങോട്ട് ഇമോഷണൽ ആവുകയോ കരയുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അവിടെ നമ്മുടെ ജാനകിയുടെ ഭർത്താവ് നിൽപ്പുണ്ടായിരുന്നു, അനിയുടെ അച്ഛൻ. അങ്ങനെ അനിയുടെ അച്ഛൻ ചോദിക്കണം, എന്തു പറ്റി മക്കളെ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ, ഇങ്ങനെയാണ് സംഭവം, അനിയത്തിനെ പോലീസ് കൊണ്ടുപോയി, എന്തിനാണെന്നൊന്നും അറിയില്ല, എന്തിനാണെന്ന് എനിക്ക് അറിയില്ല അമ്മാവ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അനാമിക വരുന്നത്. അപ്പൊ അനാമിക പറഞ്ഞു, വെറുതെ പോലീസ് കൊണ്ടുപോകുവരല്ലോ, അങ്ങനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമായിരിക്കും, അല്ലെങ്കിലും അവളുടെ കയ്യിലിരിപ്പ് അനുസരിച്ച് അവളെ പോലീസ് കൊണ്ടുപോയില്ലെങ്കിൽ അതിശയമുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിയുടെ അച്ഛൻ പറഞ്ഞു, എന്താ മോളെ നീ പറയുന്നത്? ഈ ഒരു അവസരത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെയാണോ നീ പറയുന്നത്? അതെ, ഇപ്പൊ ഇവർ സമാധാനിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? എന്തിനു സമാധാനിപ്പിക്കണം? അനിയത്തിയുടെ കയ്യിലിരിപ്പ് മോശമായി കഴിഞ്ഞാൽ പോലീസ് കൊണ്ടുപോകും, അപ്പൊ പിന്നെ സമാധാനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ദേവയാനിയും വരുന്നുണ്ട്. അപ്പൊ ദേവയാനിയും കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ അജയനെല്ലാം പറയുന്നത്. അപ്പൊ അജയൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്കും അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. നയനയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇരുന്ന് കരയാണ്. അപ്പൊ നയനയുടെ കരച്ചിൽ കണ്ടിട്ട് ദേവയാനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ അനിയുടെ അച്ഛൻ പറയുകയും ചെയ്തു, ഏടത്തെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, നയനയുടെയും നവ്യയുടെയും അനിയത്തിയാണ് പോലീസ് കൊണ്ടുപോയിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ദേവയാനി ഒന്നും പറയുന്നുമില്ല, പക്ഷെ ദേവയാനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുമുണ്ട്. അതിനിടയിലാണ് അനാമിക വീണ്ടും പറയുന്നത്, എനിക്ക് സംശയമേ വേറൊന്നുമല്ല, ഇവളുടെ അനിയത്തി എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാ കാണുന്നവരെയൊക്കെ തല്ലാനും കൊല്ലാനും വേണ്ടി നടക്കുകയാണല്ലോ ഇവളുടെ അനിയത്തിക്ക് അല്ലെങ്കിൽ തീരെ സംസ്കാരം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യക്ക് കലി വന്നു. നവ്യ പറഞ്ഞു, ദേ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ അനാമിക, ദേ ഞങ്ങളിപ്പം നിൽക്കുന്നത് അത് എത്രത്തോളം വേദനയുള്ള ആ ഒരു സമയത്ത് നീ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ, ആര് കുത്തി വേദനിപ്പിച്ചു? ഞാൻ കുത്തി വേദനിപ്പിച്ചൊന്നുമല്ല, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതാ. അപ്പോഴാണ് നയനെ പറഞ്ഞത്, അല്ല നാമികെ, നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു? നിന്നെ ഒരു ദിവസം കുറെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയപ്പോൾ രക്ഷിക്കാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്? എൻ്റെ അനിയത്തി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അത് നിനക്ക് ചിന്തിച്ചുകൂടെ? എന്ത് രക്ഷിച്ചു? അതെ, അതെനിക്ക് ഭയങ്കര സംശയ, നിങ്ങൾ തന്നെ ആയിരിക്കും ആ ഗുണ്ടകളൊക്കെ കൊണ്ട് പിടിപ്പിച്ചുകൊണ്ട് പോയതും, നിങ്ങൾ തന്നെ ആയിരിക്കും രക്ഷപ്പെടുത്തിയതും. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് നിങ്ങളെ തന്നെയാണ് സംശയം, നിന്റെ അനിയത്തിനെ തന്നെ എനിക്ക് സംശയം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അജയൻ പറയാം, മോളെ ഈ സമയത്ത് വെറുതെ സംശയം വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, മോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുറച്ച് മനുഷ്യത്വം മനസ്സിൽ ഉള്ളിലുള്ളവർ സംസാരിക്കുന്ന രീതിയിലല്ലല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം, എന്ത് മനുഷ്യത്വം? എന്തിനാണ് ഞാൻ മനുഷ്യത്വം ഉള്ളിൽ കൊണ്ടുവച്ച് നടക്കുന്നത്? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ താൻ അനുഭവിക്കും എന്ന് പറഞ്ഞ് അനാമിക അങ്ങ് കയറിപ്പോയിട്ടോ. ഈ സമയത്താണെങ്കിൽ നയനയാണെങ്കിൽ വീണ്ടും പൊട്ടി കരയാണ്. അപ്പോഴത്തേക്കും ദേവയാനി മനസ്സിൽ വിചാരിക്കുക, അയ്യോ എൻ്റെ മോള് കരയുന്നത് കണ്ടിട്ട് എനിക്ക് വിഷമാവുന്നല്ലോ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അല്ലാതെ ശരിയാവില്ല. അപ്പൊ അജയൻ പറയുന്നുണ്ട്, ആദർശിനെയും മുത്തശ്ശനെയും ഒക്കെ ഒന്ന് അറിയിച്ചിട്ട് എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്താൻ നോക്കാം. അത് നാളെ ക്യാമ്പിന് പോകാതിരിക്കല്ലേ, ഈ കേസൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ സ്വപ്നം തന്നെ നഷ്ടമാകുമെന്ന് അജയൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നയനയ്ക്ക് പേടിയാവുകയാണ്. അപ്പം അജയൻ പറഞ്ഞു, നീ മോളെ സമാധാനിക്ക്, ഞാൻ ആദർശിനോടും ജയേട്ടനോടൊക്കെ വിളിച്ചു പറയാം. അപ്പം നയന പറഞ്ഞു, മുത്തശ്ശനോട് വിളിച്ച് പറയണ്ട, കാരണം മുത്തശ്ശൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമാവും, അവിടെ നിൽക്കുന്ന ആളല്ലേ, അപ്പൊ അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടുപ്പിക്കേണ്ട, അതുകൊണ്ട് മുത്തശ്ശനോട് പറയണ്ട, ആദർശേട്ടനോടും അച്ഛനോടും പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയത്ത് അനാമിക അങ്ങ് കയറിപ്പോയിട്ടോ. അനാമിക അങ്ങ് കയറിപ്പോയിട്ട് നേരെ വേണുവിനെയും രേവതിനെയും ഫോൺ വിളിച്ചിട്ട് പറയാ, അച്ഛാ ദേ ഇവിടെ ഉരുകി തുടങ്ങി, ഇവിടെ ദേ ഐസ് കട്ട മറിഞ്ഞ് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാഴ്ച കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു സുഖം തോന്നുന്നു. ഏതായാലും അച്ഛൻ്റെ ഈ പ്രാവശ്യത്തെ ഐഡിയ അങ്ങോട്ട് ഏറ്റു. എങ്ങനെ ഏക്കാതിരിക്കും? ഞാൻ അവരെ പൂട്ടിയിരിക്കുന്നത് മണിച്ചിത്ര താഴിട്ടാണ്. ആ പൂട്ട് പൊട്ടിച്ചിറങ്ങാനേ ആർക്കും പറ്റില്ല. അവളുടെ പോലീസ് യൂണിഫോം എന്ന സ്വപ്നം ഇതോടുകൂടി വെറും സ്വപ്നമായിട്ട് അവശേഷിക്കും. ഉടനെ തന്നെ കേസും ഉണ്ടാകും. കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പേരിൽ ഒരു കേസ് ഉള്ളിടത്തോളം കാലം അവൾക്ക് ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല. ഏതായാലും മോള് വെച്ചേരെ. എങ്കിൽ ശരി അച്ഛ, ഞാൻ വയ്ക്കോ, ചക്കര ഉമ്മ എൻ്റെ അച്ഛന് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഏതായാലും ഈ സമയം വേണു ഇങ്ങനെ വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി, അല്ല നിങ്ങൾ എന്താ മനുഷ്യ ചെയ്തത്? അവളെ പൂട്ടാൻ മാത്രം നിങ്ങൾ എന്ത് ട്രിക്കാ ഉപയോഗിച്ചത്? പിന്നെ ഞാനൊരു കാര്യം പറയാം, മൂർത്തി സാറിന് മന്ത്രിയൊക്കെ ആയിട്ട് നല്ല പിടിബലമുണ്ട്.
അതെനിക്കറിയാം. കോടികളല്ലേ ഇലക്ഷൻ ഫണ്ടിലേക്ക് മൂർത്തി സാറ് വാരി എറിയുന്നത്. അങ്ങനെയൊക്കെ പറയുന്ന മുതലാളിമാര് പറയുമ്പോൾ അത് രാഷ്ട്രീയക്കാരും പോലീസുകാരൊക്കെ കേട്ടേ പറ്റൂ. ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാടിനെ നിയന്ത്രിക്കുന്നത് തന്നെ ഉണ്ടല്ലോ അത്രക്കാരാ. എങ്കിലും ഈ മൂർത്തി സാറിന് ഒരു വലിയ ഗുണമുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണമാണെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും മൊത്തത്തിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആളൊരു മാന്യന, സത്യസന്ധന, ഈ വക പരിപാടിക്കൊന്നും പോവില്ല. ഈ പറയുന്ന നന്ദുവില്ലേ, അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങേരെ അവളെ ന്യായീകരിക്കില്ല. അല്ല, ഇപ്പം മൂർത്തി സാറിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ കൊച്ചുമോനല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആദർശനാണെങ്കിൽ നയനി എന്ന് വെച്ചാൽ ജീവനല്ലേ മനുഷ്യ. അപ്പം അവള് കിടന്ന് കരഞ്ഞ് നിലവിളിച്ചാല് അനിയത്തിനെ അവൻ രക്ഷിക്കാൻ ശ്രമിക്കൂലേ? ശ്രമിച്ചോട്ടെ. തെറ്റ് ചെയ്തവളെ എങ്ങനെ രക്ഷിക്കാനാ? ഒരു പെൺകുട്ടിയെ കടന്ന് പിടിച്ചു എന്ന് പറഞ്ഞ് അവള് വേറൊരുത്തനെ തല്ലിയത്. എന്നാലേ ആ പെൺകുട്ടി നന്ദുവിനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പം ആരാണ് തെറ്റുകാരി? നന്ദു തന്നെ തെറ്റുകാരി. ഏതായാലും ആ ചെറുക്കനെ തല്ലി വശം കെടുത്തി ഒരു കാരണവുമില്ലാതെ എന്നും പറഞ്ഞാ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ആ പെൺകുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ആരാ തെറ്റുകാരി? നന്ദു തന്നെയാ തെറ്റുകാരി. നന്ദുവിനെതിരെയുള്ള കേസ് സ്ട്രോങ് ആകാൻ അത് മതി. ഇനിയിപ്പൊ ജാമ്യം പോലും കിട്ടാത്ത കേസാ. അല്ല, അവള് ജയിലിൽ കിടക്കുവോ വേണുവേട്ടാ? 100% വ്യക്തമായ സാക്ഷിമൊഴി ഉള്ളത് കൊണ്ട് വാദിച്ച് ജയിക്കാൻ അവരുടെ വക്കീലിന് കഴിയില്ല. ഇനിയിപ്പം എത്ര കൊലകൊമ്പനായ വക്കീലിനെ വെച്ചാലും ശരി, ഈ കേസ് ജയിക്കാൻ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാല് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്നവൾക്ക് മറ്റേതെങ്കിലും ജോലി തേടി പോകാം. പക്ഷെ പോലീസ് യൂണിഫോം അവക്കിടാൻ പറ്റില്ല. അല്ല, ഇതിന് പിന്നില് നമ്മളാണെന്ന് അവക്ക് ഉറപ്പായിട്ട് സംശയം കാണില്ലേ? സംശയിക്കോട്ടെ, സംശയിക്കുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പമിരിക്കുന്നത്? അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രേവതി. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നീ മൈൻഡ് ചെയ്യേണ്ട അതൊക്കെ. ഞാൻ കളിച്ച ഈ കളിയുണ്ടല്ലോ, വെറും കളിയല്ല, തീക്കളിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ. ഏതായാലും ഇനി അവൾ ഒരു പാഠം പഠിക്കും, അല്ലെങ്കിലേ ഞാൻ അവളെ കൊണ്ട് പാഠം പാടിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് നമ്മുടെ വേണു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനാട്ടോ. പോലീസ് സ്റ്റേഷനിൽ നന്ദുവിനോട് ഇങ്ങനെ പോലീസുകാർ പറയുക, അനന്തപുരി തറവാട്, ആ തറവാട്ടിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ആ തറവാട്ടിലെ കൊച്ചുമകനാ എന്റെ കൈ തല്ലി ഓടിച്ചത്. അതുകൊണ്ട് തന്നെ ആ കുടുംബമായിട്ട് ബന്ധമുള്ളവരോട് എനിക്ക് കുറച്ച് നീരസം ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്ന് വെച്ച് അതിന്റെ പേരിലല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. തക്കതായ കാരണമുണ്ട്. നീ നാളെ പോലീസ് ക്യാമ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് തടയാനും അല്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കാരണമില്ലാതെ ഒരുത്തന്റെ ദേഹത്ത് കൈവച്ചാൽ പോലീസിന് ഇടപെടേണ്ടി വരും. തല്ലുകൊണ്ടവൻ പരാതി തന്നാല് അത് പിന്നെ സാറ് അവനൊരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് കണ്ടിട്ടാ ഞാൻ തല്ലിയത്. അവൻ ഏതെങ്കിലും പെൺകുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ നിയമമുണ്ട്. ഏതെങ്കിലും SI കുപ്പായി വിടുന്നതിന് മുമ്പ് നീ നിയമം കയ്യിലെടുക്കേണ്ട കാര്യമില്ല എന്റെ പെൺകൊച്ചെ. അതുമാത്രമല്ല, ആ പെൺകുട്ടി നിനക്കെതിരെയായിട്ടാ മൊഴി തന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ ശരിയാവുന്നത്? ഒരു പ്രലോഭനവും കൂടാതെ നീ ആ ചെറുപ്പക്കാരനെ തല്ലിച്ചതച്ചെന്ന് ആ പെൺകുട്ടി പറയുന്നത്. അയ്യോ, അത് വെറും പച്ചക്കള്ളമാണ് സാറേ. പരാതിക്കാരനും സാക്ഷിയും തന്ന മൊഴിയല്ലേ ഞങ്ങള് കണക്കിലെടുക്കുന്നത്. നീ തല്ലിയ അവനെ ഇപ്പൊ ഹോസ്പിറ്റലിലാണോ ഉള്ളത്? നീ ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ കാര്യം. ആ പെൺകുട്ടി തന്നെയാണ് ആ പയ്യനെയും കൊണ്ട് ഇവിടെ വന്നതും കേസ് തന്നതും കേസ് ഫയൽ ചെയ്തതുമൊക്കെ. അവര് നേരെ ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അവന്റെ വാരിയലിന് സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോളെ, ഈ കേസ് കുറച്ച് കുഴപ്പം പിടിച്ച കേസ് തന്നെയാ. അത് പിന്നെ സാറേ, ഇതിൽ ചതിയുണ്ട് സാറേ. അതെ, കോടതി പറഞ്ഞാൽ മതി. ഇവിടെ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഞങ്ങൾ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു ദയാദാക്ഷിണ്യവും പ്രതീക്ഷിക്കണ്ട. തെറ്റേതാണോ തെറ്റ്, ആ തെറ്റിന്റെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ. പിന്നെ ഇപ്പൊ നീ ഇങ്ങനെയാണെങ്കിൽ SI ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ ചില പെൺകുട്ടികൾക്ക് പുരുഷവർഗത്തിനോട് പുച്ഛമാണ്. ആ ഗണത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് നീയെങ്കിൽ നീ പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പയ്യന്മാരുടെ ഭാര്യയല്ല ഒടിയും. നിയമം നീ കയ്യിലെടുത്ത് നിയമം വളച്ചൊടിക്കും. അതുകൊണ്ട് നിന്റെ ഭാവി എന്താണെന്ന് കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ കേസ് നടക്കട്ടെ. എന്നിട്ട് നിനക്ക് പോലീസ് യൂണിഫോം ഇടണോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാൻ മോളെ എന്ന് പറയുക. നന്ദു ആകെപ്പാടെ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം നന്ദുവിന്റെ സ്വപ്നമാണ് തകരാൻ പോകുന്നത്. അങ്ങനെ നന്ദു എന്റെ ഈശ്വരന്മാരെ എന്നൊക്കെ വിളിച്ച് എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഒരു വക്കീല് നേരെ വരികയാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെ വക്കീലിനെ കണ്ടതും വരൂ സാർ, ഇരിക്കണം സാർ എന്ന് പറഞ്ഞ് പോലീസുകാർ വക്കീലിനെ പിടിച്ചിരുത്തി. അപ്പൊ വക്കീല് പറഞ്ഞു, അതെ, ഞാൻ വന്നത് വേറെ ആർക്കും വേണ്ടിയല്ല, നന്ദു എന്ന കുട്ടിക്ക് വേണ്ടിയാ. അതെ, നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയാ. അനാവശ്യമായിട്ട് ആ കുട്ടി ഒന്നിനും ഇടപെടാറില്ല.
അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനു മുമ്പും അവളുടെ പേരിൽ ഒരു പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ടല്ലോ. അന്ന് സ്വന്തം കൂട്ടുകാരനെ തല്ലി എന്നായിരുന്നു കേസ്. പിന്നീട് ആ പയ്യൻ ആ കേസ് പിൻവലിച്ചു. അതുകൊണ്ടാണ് അവള് രക്ഷപ്പെട്ടത്. കേസ് പിൻവലിച്ചത് എന്തുകൊണ്ടാ? അവള് നിരപരാധി ആയതുകൊണ്ടല്ലേ? അത് പിന്നെ സാറ് പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ ഇപ്പം പാവപ്പെട്ട ഒരു പയ്യനെയാണ് നിരപ്പിൽ വെച്ച് തല്ലിയിരിക്കുന്നത്, മൃഗീയമായിട്ട് തല്ലിയിരിക്കുന്നത്. അല്ല, എന്താണ് കാരണമെന്ന് അവളോട് ചോദിച്ചില്ലേ? കാരണമൊക്കെ പറഞ്ഞെങ്കിലും അത് വെറും പച്ചക്കള്ളമാണ് സാർ. ഈ സംഭവത്തിന് ദൃസാക്ഷി വരെയുണ്ട്. ആ പെൺകുട്ടിയും നന്ദുവിനെതിരെ മൊഴി തന്നു കഴിഞ്ഞു. എന്തു മൊഴി? ഈ നന്ദു പറയുന്നത് വഴിയെ പോയൊരു പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവള് കയറി ഇടപെട്ടു എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, അത് വെറും പച്ചക്കള്ളമാണെന്ന് ആക്രമിക്കപ്പെട്ട പെൺകുട്ടി തന്നെ ഇവിടെ വന്ന് മൊഴി തന്നിട്ടുണ്ട്. ഒരു കാരണവും കൂടാതെയാണ് നന്ദു ആ ചെറുപ്പക്കാരനെ തല്ലിയിരിക്കുന്നത്. ദേ എന്റെ പൊന്നു പോലീസുകാരാ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ഇപ്പം ഏതെങ്കിലും പെൺകുട്ടികൾ വഴിയെ പോകുന്ന ആൾക്കാരുടെ മുമ്പിൽ ചുമ്മാ ചെന്ന് മെക്കിട്ട് കയറുവോ? അതൊന്നും അറിയാൻ പറ്റില്ല സാറേ. ഇപ്പൊ തന്നെ ദേ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതലാ. കഴിഞ്ഞ ദിവസം തന്നെ തലസ്ഥാനത്ത് ഒരു കൊലപാതകം നടന്ന അറിയാലോ. മയക്കുമരുന്നിന്റെ പേരിൽ എത്ര പേരെ അവൻ കൊന്നത്. അതുകൊണ്ട് ഇന്ന് ആണും പെണ്ണും ഒക്കെ സമനില തെറ്റിയ രീതിയിലാ. ദേ ആ കൂട്ടത്തിലല്ല കേട്ടോ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടീനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ എടുക്കായിരുന്നല്ലോ. അത് പിന്നെ ആ സംഭവം നേരിട്ട് കണ്ടയാള് മൊഴി തന്നല്ലോ. അതുകൊണ്ട് പിന്നെ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഞാൻ ആ പെൺകുട്ടീനെ ജാമ്യത്തിൽ കൊണ്ടുപോകാമെന്നാ. സോറി സാർ, ഈ കാര്യത്തില് ജാമ്യം അനുവദിക്കാൻ പറ്റില്ല. ഓഹോ, അപ്പൊ കോടതിയിലെ തീർപ്പ് ഉണ്ടാകുമല്ലേ? തൽക്കാലം അതേ നടക്കത്തുള്ളൂ സാർ. ശരി ശരി, എങ്കില് ഞാൻ ആ കുട്ടീനൊന്ന് പോയി കണ്ടോട്ടെ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ നന്ദുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് വക്കീല്. ഏതായാലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വക്കീല് ചോദിച്ചു, അല്ല തനിക്ക് എന്തെങ്കിലും വൈരാഗ്യം ആ കുട്ടിയോടുണ്ടോ? ഏയ്, എനിക്ക് വൈരാഗ്യമൊന്നുമില്ല. ഏതായാലും ഞാൻ ആദ്യമായിട്ട് ആ കുട്ടീനെ കാണുന്നത്. എങ്കിൽ പിന്നെ ഇനിയും തനിക്ക് കാണേണ്ടി വരും. തന്നെ ഒരു SI ആകാൻ പോകുന്ന പെൺകുട്ടിയാണ്, സഹപ്രവർത്തക ആകാൻ പോകുന്ന പെൺകുട്ടീനെയാണ് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ തല്ലിച്ചതച്ചല്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഒരു ഇല്ലാത്ത കേസ് കെട്ടിവെക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അല്ലാതെ ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ രണ്ടുപേരും സഹപ്രവർത്തകരാകുമ്പോൾ നിങ്ങൾക്ക് ഇനിയും കാണേണ്ടി വരും. അതൊക്കെ ഓർത്തോളാം പറയാണ്. ഏതായാലും ഈ സമയം നമ്മുടെ ദേവയാനിനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ ദേവയാനി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വക്കീലിനെ വിട്ടത് വേറെ ആരുമല്ല, നമ്മുടെ ദേവയാനി തന്നെയാണ് കേട്ടോ, നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ വക്കീല് നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് വരുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ വക്കീല് വന്നത് ദേവയാനി ചോദിച്ചു എന്തായിന്ന്. അപ്പൊ വക്കീല് പറഞ്ഞു, അത് പിന്നെ പൊതുനിരപ്പിൽ വെച്ചല്ലേ ഒരു ആളെ തല്ലിയത്, ഒരു പെൺകുട്ടിയെ സാക്ഷി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ കോടതിയിലേക്ക് പോവോ? അല്ല, ജാമ്യം കിട്ടുവോ എന്ന് ചോദിച്ചാല് റിമാൻഡ് ഒഴിവാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അങ്ങനെ പറയല്ലേ. ഒരു ദിവസം പോലും നന്ദു ജയിലിൽ കിടക്കാൻ പാടില്ല. അത് മാത്രമല്ല, ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ പോലും അത് ബാധിക്കില്ലേ? അതൊരിക്കലും ശരിയാവില്ല. അവള് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവളെ ആരോ ചതിച്ചതാ. അതൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷെ കോടതി അത് സാക്ഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മൊഴിക്ക് പ്രാധാന്യം കൊടുക്കും. അത് ഗൗരവത്തോടു കൂടി തന്നെ കോടതി കാണും. ഏതായാലും അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങള്. നന്ദു തല്ലിയത് മോശമായിട്ട് പെരുമാറിയ ഒരുത്തനോടല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട് മേഡം. നമ്മൾ നമ്മുടെ ന്യായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും നമുക്ക് ഇന്നത്തെ രാവും പകലും ഉണ്ടല്ലോ, എന്ത് വേണമെന്ന് ആലോചിച്ച് തന്നെ തീരുമാനം എടുക്കാം. എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. പിന്നെ നന്ദു ആളത്ര ചെറിയ മീനൊന്നും അല്ല. അവളുടെ തൻ്റെ ഇടം അത് ഒരുപാടാ. അവള് തൻ്റെ ഇടമുള്ളൊരു പെൺകുട്ടി തന്നെയാ. ചെയ്യാത്ത കുറ്റത്തിന് ഒരു പെൺകുട്ടിയെ ജയിലിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ അവള് അവിടെ നിറങ്ങിയതിന് ശേഷം അറിയാലോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. കള്ളക്കേസിൽ കുടുക്കിയവരെ തകർത്തു വരും. അത് നന്ദു അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയാണ്, എന്റെ നന്ദു തകർത്ത് വാരുന്നതിന് മുമ്പ് തന്നെ ഇത് കള്ളക്കേസാണെങ്കിൽ അവര് എന്റെ കൈ കിട്ടിയാളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. അതുപോലെ ഞാൻ കുട്ടിച്ചോറാക്കും അവരുടെ കുടുംബം. വെറുതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതിന് അവര് കണക്ക് പറയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അപ്പൊ ദേവയാനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദു ഇപ്പൊ സ്വന്തം മകള് പോലെ തന്നെയാണ്. ദേവയാനിക്ക് നയന സ്വന്തം മകളാകുമ്പോൾ നന്ദു സ്വന്തം മകള് തന്നെയാണല്ലോ. അപ്പൊ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്
നയനയും പിന്നെ നവ്യയുമാണ്. അങ്ങനെ നയനയും നവ്യയും ഭയങ്കര ടെൻഷനിലാട്ടോ ഉള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് കയറി വരികയാണ്. അപ്പൊ ആദർശ് ഈ വിവരമൊക്കെ അറിഞ്ഞിട്ടാണ് പെട്ടെന്ന് വരുന്നത്. അങ്ങനെ ആദർശിനെ കണ്ടതും നവ്യ പറഞ്ഞു, ദേ ആദർശേട്ടൻ വന്ന് നയന എന്ന് പറഞ്ഞു. അങ്ങനെ നയന ഓടി ചെന്നിട്ട്, ആദർശേട്ടൻ എന്തായി? അത് പിന്നെ ജാമ്യം കിട്ടുന്ന കാര്യം പ്രയാസമാണ്, ഒന്നുകൂടി ശ്രമിക്കണം, അല്ലാതെ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല, കേസ് കുറച്ച് മുറുകിയ കേസാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, അയ്യോ അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല, ഇനി ഇത് അവരോട് എങ്ങനെ പറയുന്നൊന്നും അറിയില്ല. ദേ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട, വെറുതെ എന്തിനാ അവരെ കൂടി വിഷമിപ്പിക്കുന്നത്, എങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ആദർശേട്ടൻ, ഞാൻ ആദർശേട്ടൻ വരട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു, എങ്കില് പോകാം. അതെ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും ഇപ്പം വീട്ടിലേക്ക് പോ, കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോകാം. അല്ലാതെ ചേട്ടാ അവളെ പോലീസുകാർ വല്ലതും തല്ലിക്കാണോ? ഒരിക്കലും അതൊന്നുമില്ല. പിന്നെ ആ SIക്ക് മൊത്തത്തിൽ നമ്മളോട് ഒരു ദേഷ്യമുണ്ട്, പ്രത്യേകിച്ച് അഭിയോടെ. അപ്പൊ അഭിയുടെ കുടുംബക്കാരാന്ന് അറിയുമ്പോഴത്തേക്കും അറിയാലോ, അവന് ആ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് കൈ തല്ലി ഓടിച്ചതാണ് SIയുടെ. അതുകൊണ്ട് ആ ഒരു ദേഷ്യം അയാളുടെ മനസ്സിലുണ്ട്. പിന്നെ ഒന്നും ചെയ്യത്തൊന്നുമില്ല, നന്ദു ഒരു പെൺകുട്ടിയാണല്ലോ, അല്ല അവൾ ഒരു തെറ്റും ചെയ്യില്ല ആദർശേട്ടാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പബ്ലിക് പ്ലേസിലൂടെ നടന്നു പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു, ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചങ്ങ് പോണം. എന്ന് വെച്ച് ഒരു പെൺകുട്ടീനെ ഒരുത്തൻ ആക്രമിക്കുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കും ആരെങ്കിലും? പ്രതികരിച്ചു പോവില്ലേ? അവൾ അത്ര വലിയ ചെയ്തുള്ളൂ, അതൊരു തെറ്റാണോ? ആ പെൺകുട്ടി ഒരു ഫ്രോഡായിരുന്നു, സത്യത്തിൽ അതാ പറ്റിപ്പോയത്. ഇത് കരുതിക്കുട്ടി ചെയ്തു തന്നേനെ. നാളെ നന്ദു പോലീസ് ക്യാമ്പിൽ ജോയിൻ ചെയ്യേണ്ട ദിവസമല്ല, ആ ദിവസം തന്നെ എന്തോ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈരാഗ്യക്കാര് തന്നെയായിരിക്കും. വേറെ ആരുമല്ല, ഈ വീട്ടിലുള്ളവർ തന്നെയാ. അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു നന്ദു SI ആകുന്നത്. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു നവ്യേച്ചി. അവൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ലേ നോക്കേണ്ടത്. ഞങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് വരാം ആദർശേട്ടാ, ഏതായാലും ആദർശേട്ടൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനയും നവ്യയും കൂടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആദർശ് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആദർശന് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. മാക്സിമം അവർ പരിശ്രമിച്ച് പുറത്തിറക്കാൻ, പക്ഷെ പറ്റുന്നുമില്ലാത്തൊരു സാഹചര്യമാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നയനയും നവ്യയും കൂടി അവരുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഇറങ്ങാണ് കേട്ടോ. ഏതായാലും ഈ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവർക്ക് നല്ലൊരു എന്താ പറയാ വിഷമവും പരിഭ്രാന്തിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പ്രശ്നമാവും. നന്ദു എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയുന്നൊന്നും അറിയൂല്ലല്ലോ. അപ്പൊ അങ്ങനെ ആകെപ്പാട് ടെൻഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ വലിയ സന്തോഷത്തോടു കൂടി ഇവരെ കണ്ടതും ഇറങ്ങി വരികയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഗോവിന്ദന് മനസ്സിലാവില്ലോ ഇവരുടെ മനസ്സൊന്ന് ഇടറിയാലേ, ഇവരുടെ മനസ്സൊന്ന് പതറിയാലേ, അത് ഒരച്ഛന് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. ഏതായാലും നല്ല സന്തോഷത്തോടു കൂടി ഇവർ കയറി വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ചോദിച്ചു, അല്ല നാളെ ക്യാമ്പിലേക്ക് പോകേണ്ട ആളെവിടെ, കണ്ടില്ലല്ലോ. അപ്പോഴത്തേക്ക് ഇവർക്കൊന്നും പറയാനില്ല കേട്ടോ, ഇവർ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ നയന പറഞ്ഞു, അത് പിന്നെ അവള് പോലീസ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയിരിക്കുക അച്ഛാ, കുറച്ച് വൈകിയേ വരത്തുള്ളൂ. ആയിക്കോട്ടെ എനിക്കറിയാം, അല്ലെങ്കിലും അവള് ഫ്രണ്ട്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ വേറെ ആൾക്കാര് എന്നിങ്ങനെ കനകദുർഗയും പറഞ്ഞു. അപ്പോഴത്തേക്കും കനകയ്ക്ക് ഒരു സംശയം. അപ്പൊ കനക വെച്ചത് രണ്ടുപേരുടെ മുഖം വല്ലാതിരിക്കുന്നത്, എന്തു പറ്റി? ഒന്നുമില്ലമ്മേ, ഒരു പ്രശ്നമില്ല. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു, കുറെ നാള് കൂടിയാണല്ലോ 3 പേരും കൂടെ പർച്ചേസിന് പോയത്. അതെ, 3 ആളും കൂടെ ഒരുമിച്ച് ഇവിടെ കഴിയുന്നത് കുറെ നാളുകൾക്ക് ശേഷമാ അല്ലേ? ഏതായാലും ഇന്ന് 3 പേരും അടിച്ചു പൊളിക്കും, പിന്നെ ഞങ്ങള് രണ്ടും അതിന്റെ സന്തോഷത്തിലാട്ടോ എന്നിങ്ങനെ കനകദുർഗ പറഞ്ഞു. അപ്പോഴത്തേക്കും കനകദുർഗ ചോദിച്ചു, അല്ലെ എന്തൊക്കെയാ നിങ്ങൾ മേടിച്ചത്? അത് പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്, അച്ഛന് ഷർട്ട് മേടിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് സാരി മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ മോളെ, എന്തിനാ വെറുതെ? അത് പിന്നെ ഏതായാലും അവള് പോവുമല്ലേ, പിന്നെ നയനയുടെ കാര്യം അറിയാലോ, അവക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട്, അപ്പൊ പിന്നെ എന്തേലും കാര്യമായിട്ട് മേടിക്കണ്ടേ അമ്മേ, മേടിക്കണ്ടേ അച്ഛ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഈ ചോദ്യത്തിന് മുന്നിൽ ഇവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇവരുടെ രണ്ടിന്റെയും മുഖം ഒന്ന് മങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനകദുർഗയ്ക്കും ഗോവിന്ദനും അറിയാലോ. അതുകൊണ്ട് തന്നെ വല്ലാതെ ഇവര് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്ത് പറ്റി മക്കളെ നിങ്ങൾക്ക്, നിങ്ങൾ എന്താ മിണ്ടാതെ നിൽക്കുന്നത്, നിങ്ങൾക്കൊരു പണ്ടത്തെ ആ ഒരു ഇതില്ലല്ലോ, അല്ല നിങ്ങളോ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമല്ലേ, ഇതെന്താ നയനമോളുടെ മുഖമൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നെന്ന് ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ലമ്മേ, ഒരു ഡള്ളും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ കനകദുർഗ ചോദിക്കുന്നത്, അല്ല അവക്ക് എന്താ മേടിച്ചത്? മേടിച്ചു, അവക്ക് കുറെ സാധനം മേടിച്ചു, അവള് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ, അതുകൊണ്ട് അവക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി എന്ന് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞിട്ട് ചോദിച്ചു, അല്ല പൈസ ഒരുപാടായോ? പൈസയെ കുറിച്ചൊന്നും ഓർത്ത് ചിന്തിക്കണ്ട, എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ സാലറി എടുത്തോളാൻ ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാൻ അങ്ങനെ ദൂർത്തടിച്ചൊന്നും കളയാറില്ല. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കണ്ടേ, എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ആവശ്യം നമ്മൾ തന്നെ നിറവേറ്റണ്ടേ.
മോള് നന്ദുവിനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണ്ടേ. ഇനിയിപ്പോ കുറെ ദിവസം കഴിഞ്ഞല്ലേ അതിനൊക്കെ പറ്റത്തുള്ളൂ എന്ന് ഇങ്ങനെ പറയാ. ഇത് കേട്ടപ്പോൾ നയനയ്ക്കും നവ്യക്കും അങ്ങ് എന്തോ പോലെ ആകുവാണ് കേട്ടോ. കാരണം ഇവര് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.